35 വർഷത്തോളമായി മലയാള സിനിമയുടെ ഭാഗമാണ് നടി കുളപ്പുള്ളി ലീല. അമ്മവേഷങ്ങളും സഹനടി റോളുകളും കോമഡി കഥാപാത്രങ്ങളുമെല്ലാം അനായാസം കൈകാര്യം ചെയ്യുന്ന നടി തെന്നിന്ത്യയിലെ വിവിധ ഭാഷകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ പുതിയ സിനിമയുടെ പൂജയ്ക്കെത്തിയപ്പോൾ നിറകണ്ണുകളോടെ മീഡിയയോട് നടി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്നും അമ്മയുടെ മരണത്തോടെ സന്തോഷം പോലും നഷ്ടമായെന്നും നടി പറയുന്നു. എനിക്കൊരു വീടുണ്ട്. അത് നോക്കാൻ ഞാൻ മാത്രമേയുള്ളൂ. എനിക്കൊപ്പം ആരും വേണ്ടെന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് ആരുമില്ല. എന്റെ ജീവിതവും സന്തോഷവുമെല്ലാം ഇപ്പോൾ സിനിമ മാത്രമാണ്. എനിക്ക് സർവസ്വവും അമ്മയായിരുന്നു. 97 വയസ്സിൽ അമ്മ മരിച്ചു. അതോടെ ഞാൻ ഒറ്റപ്പെട്ടു. ഇപ്പോൾ ജീവിക്കുന്നു അത്രമാത്രം. അമ്മ ഒരാൾ ഒപ്പമുണ്ടെങ്കിൽ നമുക്കൊപ്പം എല്ലാവരും ഉള്ളതുപോലെ തോന്നും. ഇപ്പോഴും ആൾക്കാരുണ്ട്. പക്ഷെ മനസ്സിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയാണ്. എനിക്കിപ്പോൾ ഒരു സന്തോഷവുമില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മയ്ക്കുള്ള സ്ഥലം ഞാൻ ഒഴിച്ചിടും. എന്റെ അടുത്ത് വന്ന് കിടന്നോളാൻ പറയും. 2 മക്കളെയും ഭർത്താവിനെയും എനിക്ക് നഷ്ടപ്പെട്ടു. അതെല്ലാം വിധിയാണ്. പക്ഷെ അമ്മയുടെ മരണം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. ആരുടെയും മുന്നിൽ കരഞ്ഞു കാണിക്കണമെന്നെനിക്കില്ല. പക്ഷെ അമ്മയുടെ കാര്യം പറയുമ്പോൾ സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല. എന്റെ അവസ്ഥയൊന്നും ഞാൻ ആരോടും പൊതുവെ പറയാറില്ല. പട്ടിണിയാണെങ്കിലും മുണ്ട് മുറുക്കി ഉടുത്ത ശേഷം ബിരിയാണി കഴിച്ചുവെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. സിനിമാ തിരക്കുകളും മറ്റും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വട്ടുപിടിക്കാത്തത്. ആരുമില്ലല്ലോ എനിക്കിനി. ആരാണുള്ളത്? അമ്മയുള്ളപ്പോൾ അമ്മയിലൂടെയാണ് ഞാൻ എല്ലാം കണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവരുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടില്ലേ? മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരുതി ഇനി എന്നെ ആരും അമ്മയെന്ന് വിളിക്കില്ലെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ലോകം മുഴുവൻ അമ്മയാണ്. ഒരുപാട് മക്കൾ എനിക്കുണ്ട്. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ഇന്ന് രാത്രി പോയി കിടന്നാൽ നാളെ രാവിലെ എഴുന്നേൽക്കരുത് എന്നാണെന്റെ പ്രാർത്ഥന. ഒറ്റപ്പെട്ടാൽ പിന്നെ മരണമാണ് നല്ലത്. നിറഞ്ഞുവന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് നടി പറഞ്ഞു. സിനിമയിൽ വന്നിട്ട് 34 വർഷമായി. എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേയുള്ളൂ. കൊല്ലം ചൈതന്യയിൽ നാടകം കളിക്കുമ്പോഴാണ് കമൽ സാർ എന്നെ സിനിമയിലേക്ക് വിളിച്ചത്. രജനീകാന്ത് സാറിന്റെ മുത്തുവാണ് ആദ്യ സിനിമ. എനിക്ക് ഏതു ഭാഷയിൽ നിന്ന് വർക്ക് കിട്ടിയാലും ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊരു ഭാഷ പറയാനില്ല. മരണം വരെ സിനിമ കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. രജനീകാന്തിന്റെ മുത്തശ്ശിയായി വരെ അഭിനയിച്ചു. 20 ബിഗ് ബജറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരോടും കോമഡി പറയാത്ത മമ്മൂക്ക ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞാണ് അഭിനയിച്ചത്. ഇനി 5 സിനിമകൾ എന്റേതായി റിലീസിനെത്താനുണ്ട്. നടി കൂട്ടിച്ചേർത്തു. 1 വർഷം മുമ്പാണ് അമ്മയെ ലീലയ്ക്ക് നഷ്ടമായത്. ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീല അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പുള്ളി ലീലയുടെ യഥാർത്ഥ പേര്. പരേതനായ കൃഷ്ണകുമാറാണ് നടിയുടെ ഭർത്താവ്.